വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയോ മദ്യപിക്കുന്നവരോ അല്ലെങ്കിൽ പുകവലിക്കുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതിനായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സമൂഹത്തിനോട് ഒരുപാട് പ്രതിബദ്ധതകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതിനായിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഒരു ദിവസം സ്റ്റോറി ആയിട്ട് ഇടുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മദ്യപാനം അതല്ലെങ്കിൽ പുകവലി എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നമ്മൾ അവിടെ നിന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിൽ മദ്യപാനം നിർത്താൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ വാങ്ങി വെച്ച് നമ്മളൊരു റൂമിലിട്ട് പൂട്ടിയിടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആരും പോവാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ ചെല്ലുക. അവിടെ ചെന്നിട്ട് അവരുടെ ഹോസ്പിറ്റലിൽ ചോദിക്കുക, ഇവിടെ ഡി അഡിക്ഷൻ സെന്റർ പോലെയുള്ള OP വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരെണ്ണമെങ്കിലും അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ഹോമിയോ ഹോസ്പിറ്റലുകളും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ചെലവ് വരുന്നത്